ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആക്ടിവിറ്റിയാണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. ആക്ടിവിറ്റി 2 നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദി സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് സെന്റൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ദ സ്മോൾ ടാക്സസ് സ്കൂൾ ദാറ്റ് ഐ വെന്റ് ടു ഹാഡ് ട്രഡീഷൻ കാരിഡ് ഔട്ട് എവറി ഇയർ ഡ്യൂറിംഗ് ദ 8th grade ഗ്രാജുവേഷൻ. അല്ലെ, നമ്മുടെ ജാക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലതാണ്. ഇവിടെ ഒരു വേർഡ് ഉണ്ട്, ദാറ്റ് എന്ന് പറയുന്ന വേർഡ്. അല്ലെ, the student who had maintained the highest grade for 8 years was awarded the scholarship. ഏത് കുട്ടിക്കാണ്? 8 വർഷത്തോളമായിട്ട് ആ ഒരു നല്ല ഗ്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടിക്കാണ്. the student who, ഏത് എന്നുള്ള ആര് എന്ന് പറയുന്നത്, ഏത് സ്റ്റുഡന്റ് ആര് എന്നുള്ള ഒരു മീനിങ് ആട്ടോ. then third question, my PE shorts were still in a bag under my desk where I had forgotten them. അല്ലെ, ഞാൻ മറന്നു വെച്ച് എവിടുന്നാണോ അവിടെ നിന്നും എന്റെ ബാഗിൽ നിന്നും അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വേർ എന്ന് പറയുന്നത്. അല്ലെ, ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് അറ്റ് മൈ ക്ലാസ് റൂം ഡോർ. ഞാൻ എന്റെ ക്ലാസ് റൂം ഡോറിന്റെ ഏകദേശം അവിടെ എത്തിയപ്പോൾ when I heard a voices raised in anger as if some sort of arguments. അല്ലെ, അവിടെ വെച്ച് അപ്പോൾ എന്താണ് കേട്ടത്? ബഹളവും കാര്യങ്ങളും കേട്ടു. ഓക്കെ, ഇതിന്റെ മീനിങ് നമ്മൾ ഓൾറെഡി അറിഞ്ഞുകൊണ്ടാണ് വലിയൊരു മീനിങ് പറയാത്തത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ടത്, ഇവിടെ നമ്മൾ കാണുന്ന ദാറ്റ്, ഹൂ, വേർ, വെൻ, ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെ, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ഇവിടേക്ക് ആയിട്ട് ഇവിടെ ഹൂവും വേറും എന്നൊക്കെ നിങ്ങൾ ഇത് കാണുന്നതോടുകൂടി നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചു തുടങ്ങുക. അല്ലെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവരൊക്കെ. ദാറ്റല്ല ബാക്കിയുള്ള ആളുകൾ. പക്ഷെ ഇവരിപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ടല്ല നിൽക്കുന്നത്. അല്ലെ, അപ്പൊ ഇവർ എന്താണ് ഇവരുടെ പൊസിഷൻ എന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ വേർഡ് ഗിവൻ ഇൻ ബോൾഡ്? അല്ലെ, ഇപ്പൊ ഈ കൊടുത്തിട്ടുള്ള വേർഡിന്റെ ഒക്കെ ഫംഗ്ഷൻ, ജോലി അവിടെ എന്താണ്? ആൻഡ് വാട്ട് ഡു വി കോൾ ദീസ് വേർഡ്സ്? നമ്മൾ എന്താണ് ഈ വാക്കുകളെ വിളിക്കുന്നത് എന്നാണ് നോക്കാം. ദ വേർഡ് ഈസ് ബോൾഡ്, ദാറ്റ്, ഹൂ, വേർ, വെൻ ആർ റിലേറ്റീവ് പ്രോണൗൺ ഓർ റിലേറ്റീവ് അഡ്വർബ്സ് എന്നാണ് പറയുന്നത്. ഇവരെ നമ്മൾ റിലേറ്റീവ് പ്രോണൗൺസ് എന്ന് പറയും. ആദ്യം നമുക്ക് റിലേറ്റീവ് പ്രോണൗൺസ്, റിലേറ്റീവ് ക്ലോസ് എന്ന് പറയാം. റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാല് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വേർഡ്. അല്ലെ, ഐ മീൻ ആ വേർഡിന് മറ്റൊരു വേർഡിനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതായത് ആ ഒരു സെന്റൻസ്, ആ ഒരു വേർഡ് വരുന്ന സെന്റൻസ് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിനൊരു പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടില്ല. അത് മറ്റൊരു ഒന്നുമായിട്ട്, മറ്റൊരു ഈഫ് ക്ലോസ് ഒക്കെ പോലെ, അല്ലെ, മറ്റൊരു വസ്തുവുമായിട്ട്, മറ്റൊരു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ആ ഒരു സെന്റൻസിന് അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. ഇങ്ങനെയുള്ള സെന്റൻസ് ആണ് ഈഫ് ക്ലോസ്. അല്ലെ, അങ്ങനെ ഒരു സെന്റൻസിന് മറ്റൊരു സെന്റൻസുമായിട്ട് കണക്ട് ആയാൽ മാത്രമേ അർത്ഥം പൂർണ്ണമാകൂ എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു കണക്റ്റിംഗ് വേർഡ് വേണ്ട മക്കളെ, വേണം. അല്ലെ, രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു വാക്ക് ചേർത്താൽ മാത്രമേ അത് കണക്ട് ആവുകയുള്ളൂ. അല്ലെ, അപ്പൊ അങ്ങനെ ഒരു ചേർക്കാൻ കുറച്ച് വാക്കുകൾ വേണം, അങ്ങനെയുള്ള വാക്കുകൾക്ക് ഒരു പേര് വേണം. അങ്ങനെ കണക്ട് ചെയ്യാൻ തീർക്കുന്ന വാക്കുകൾക്കാണ് നമ്മൾ ലിങ്കിങ് വേർഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ലിങ്കിങ് വേർഡ്സിന് പകരം നമ്മൾ അവരെ എന്ത് വിളിക്കും മക്കളെ? എന്ത് വിളിക്കും? റിലേറ്റീവ് പ്രോണൗൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനാണ് ഇവിടെ റിലേറ്റീവ് പ്രോണൗൺസ് ഓർ റിലേറ്റീവ് അഡ്വർബ്സ് എന്നൊക്കെ പറയുന്നത്. ഡിപ്പെൻഡിങ് ദെയർ ഫംഗ്ഷൻ, അവരുടെ ഫംഗ്ഷനെ ബന്ധപ്പെടുത്തിയിട്ടാട്ടോ. വെറുതെ ലോഡ് ഹൂവും വേറും തന്നെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അവിടെ എന്താണോ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് വേണം അവിടേക്ക് റിലേറ്റീവ് പ്രോണൗൺസ് ആണെങ്കിലും അഡ്വർബ്സ് ആണെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കാം. ദേ സെർവ് ദ ഫോളോയിങ് പർപ്പസ്. അല്ലെ, അവർക്ക് അവരുടേതായിട്ടുള്ള പർപ്പസ് ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇവിടെ ദാറ്റിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദാറ്റ്, അത് എന്ന് പറയാം. അല്ലെ, ദാറ്റ് നോക്കാം. എ റിലേറ്റീവ് പ്രോണൗൺ യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് സ്പെസിഫൈങ് ദ സ്കൂൾ. അല്ലെ, ഇതാണ് ഈ ദാറ്റ് എന്ന് പറയുന്നത്. റിലേറ്റീവ് പ്രോണൗൺ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? റിലേറ്റീവ് ക്ലോസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സ്പെസിഫൈങ് സ്കൂളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് 2, ഹൂ ആണ്. എ റിലേറ്റീവ് പ്രോണൗൺ യൂസ്ഡ് ടു റെഫർ എ പേഴ്സൺ ഓർ സ്റ്റുഡന്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട്. ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഇത് ഒരു വസ്തുവിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാറ്റ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇതൊരു വ്യക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് എന്താണ്? ഒരു വസ്തുവിനെ. ഓക്കെ, ചില സമയത്ത് വ്യക്തിയൊക്കെ പറയാൻ യൂസ് ചെയ്യാനുണ്ട്. ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്തെയോ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ നമ്മൾ അത് എന്ന് പറയില്ല. ഒരു വസ്തുവിനെ കുറിച്ചൊക്കെ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദാറ്റാണ് യൂസ് ചെയ്യുക.
ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ച്, സ്റ്റുഡന്റോ ഒരു മനുഷ്യനോ വ്യക്തി എന്താവട്ടെ, ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഹൂ യൂസ് ചെയ്യും, ലിങ്കിങ് ആയിട്ട് ഹൂ കൊടുക്കും. അതുപോലെ ആ വ്യക്തിയെ കുറിച്ചുള്ള കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൂ ആണ് യൂസ് ചെയ്യുക. ദെൻ വേർ, അവിടെ അല്ലെ റിലേറ്റീവ് അഡ്വർബ് ആണ് കേട്ടോ. വേറെ യൂസ് ടു ഇൻഡിക്കേറ്റ് എ പ്ലേസ് ഇൻ ദ സെന്റൻസ് അല്ലെ. ഒരു പ്ലേസ് അതിൽ പറയുന്നുണ്ടെങ്കിൽ സ്ഥലത്തെ സൂചിപ്പിക്കാൻ അല്ലെ. അതിപ്പോ ഇത് വളരെ മനോഹരമായി, ഇപ്പൊ കാലിക്കറ്റ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ദെൻ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ആ സ്ഥലത്തെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? വേർ കൊടുക്കണം. ക്ലിയർ? ദെൻ വെൻ, വേറെ കഴിഞ്ഞാൽ വെൻ അല്ലെ, എപ്പോൾ, അപ്പോൾ അല്ലെ. ദ റിലേറ്റീവ് അഡ്വർബ് യൂസ് ടു റെഫർ ദ ടൈം അല്ലെ, ഒരു സമയം പറയാം അല്ലെ. ഞാൻ ഒരു രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എത്തും, പിന്നെ വീണ്ടും നമ്മൾ ആ ടൈം മെൻഷൻ ചെയ്യണമെങ്കിൽ ആ ടൈമിൽ അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ വെന്ന് കൊടുക്കണം. ക്ലിയർ? Then functions. These words are used to connect clauses and provide additional information about the noun and pronoun they refer to. They help them relative clauses. അല്ലെ, എന്താണ് കൂടുതൽ ഇൻഫർമേഷൻസ് നൗണിനെ കുറിച്ചോ പ്രോണൗൺസിനെ കുറിച്ചോ കൊടുക്കണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വേർഡ്സുകൾ, ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ദിസ് അല്ല, ഈ പറഞ്ഞ വേറെ, വെന്നി, ഹൂ, വിച്ച് എന്നൊക്കെ പറയുന്നത് യൂസ് ചെയ്യുന്നത് നമുക്ക് അതിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാട്ട് ഡു വി കോൾ ദീസ് വേർഡ്സ്? ഈ വേർഡ്സ് നമ്മൾ എന്ത് പറയും? വി കോൾ ദം റിലേറ്റീവ് പ്രോണോൺ അല്ലെ. നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, നമ്മൾ ഇവരെ എന്ത് വിളിക്കും മക്കളെ? റിലേറ്റീവ് പ്രോണോൺസ് എന്ന് നമ്മൾ വിളിക്കും. എക്സാമ്പിൾ ദാറ്റ്, ഓക്കെ, ആൻഡ് ഹൂ അല്ലെ, അതൊക്കെ. ആൻഡ് റിലേറ്റീവ് അഡ്വർബ്സ് ഉണ്ട്, വേറെ, വെന്, ഇതൊക്കെ റിലേറ്റീവ് അഡ്വർബ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കാം. Here are the some sentence with the correct answers. ഇവിടെ കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക കേട്ടോ. Do you know the man who climbed the mountain yesterday? Do you know the man who climbed the mountain yesterday? കേട്ടോ. ഇവിടെ നോക്കിയേ, ആ മനുഷ്യനെ നിങ്ങൾക്ക് അറിയാമോ? ഏത് മനുഷ്യൻ? ആ മനുഷ്യനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ അവിടെ കണക്റ്റിംഗ് ആയിട്ട് എന്ത് കൊടുക്കണം മക്കളെ? ഹൂ കൊടുക്കണം കേട്ടോ. ഹു ക്ലൈംബ്ഡ് ദ മൗണ്ടൻ യെസ്റ്റർഡേ, ഇന്നലെ ആ മലയിൽ കയറിയ മനുഷ്യൻ. ഓക്കെ, അടുത്ത്, can I have the pencil and that I have gave you today morning? അല്ലെ, എനിക്ക് ആ പെൻസിൽ തിരിച്ചു തരൂ. ഏത് പെൻസില്? ഒരു വസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ ദാറ്റ്, ഓക്കെ, ഞാൻ ഇന്നലെ രാവിലെ തന്ന ആ പെൻസിൽ എനിക്ക് തിരിച്ചു തരുമോ? അവിടെ പെൻസിൽ ആയതുകൊണ്ടാണ് ദാറ്റ് വന്നത്. ഓക്കെ, ദെൻ എ നോട്ട് ബുക്ക് ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് അറൗണ്ട് അല്ലെ. നോട്ട് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടർ ആണ്, അത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഇവിടെയും എന്താണ്? ഒരു വസ്തുവാണ് വന്നത് അല്ലെ. Then I won't eat in a restaurant that or which is not clean അല്ലെ. ഞാൻ ആ റെസ്റ്റോറന്റിൽ ഞാൻ എന്ത് ചെയ്യാ? ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകാറില്ല. ആ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ രണ്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ വിച്ചും യൂസ് ചെയ്യുക, ദാറ്റും യൂസ് ചെയ്യുക. ഇസ് നോട്ട് ക്ലീൻ. ഓക്കെ, ക്ലിയർ? ദെൻ I want to live in a place. ഞാൻ ജീവിക്കുന്ന ആ പ്ലേസ് എന്ന് പറയുന്നത് where there is a lot of shop. അവിടെ എന്തുണ്ട്? അവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു പ്ലേസ് ആണ് പറയുന്നത് അല്ലെ, ഒരു സ്ഥലമാണ് പറയുന്നത്. അതുകൊണ്ട് എന്താവണം മെൻഷൻ ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് അഡീഷണലി പറയാൻ വേറെ യൂസ് ചെയ്യണം. ഓക്കെ, യെസ്റ്റർഡേ വാസ് എ ഡേ when everything went wrong. യെസ്റ്റർഡേ, ഇന്നലെ എന്ന് പറയുന്ന ദിവസം എന്തായിരുന്നു? when everything went wrong അല്ലെ. ആ ഒരു സമയമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ അവിടെ when ആണ് കൊടുക്കുക. Then he's a teacher whom we call respect. We all respect. ആ ടീച്ചർ നമ്മൾ എന്താണ് റെസ്പെക്ട് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പൊ അതെന്താണ്? whom ആണ് കേട്ടോ കൊടുക്കുക. Then he who never climbs never falls അല്ലെ. ഹി എന്ന് പറയുന്ന വ്യക്തിയാണ്, അപ്പൊ അവിടെ ഹൂ കൊടുത്തു. ക്ലിയർ ആണല്ലോ? സാഹചര്യം നോക്കിയിട്ട് അതിലുള്ള സെന്റൻസിലുള്ള സബ്ജക്റ്റിനെയൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങൾ റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യാം. Examine the above sentence and find how relative pronouns are used in complete the table. Relative pronouns എങ്ങനെ യൂസ് ചെയ്യാന്ന് ഈ ടേബിൾ നോക്കിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സബ്ജക്റ്റ് ആയിട്ടും അതുപോലെ ആ റിലേറ്റീവ് പ്രോണൗൺ ഒബ്ജക്റ്റ് ആയിട്ടും അതുപോലെ ആ റിലേറ്റീവ് പ്രോണൗൺ എന്താവാ പൊസസീവ് ആയിട്ട് യൂസ് ചെയ്യുക. വ്യക്തിയുടെ കേസിൽ വരുമ്പോൾ ആട്ടോ ഉദ്ദേശിച്ചത്. ഒരു വ്യക്തിയെ കുറിച്ചാണ് സെന്റൻസിൽ പറയുന്നതെന്നുണ്ടെങ്കിൽ ഹൂ ദാറ്റ് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും, ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് ഹൂം ഹൂ ദാറ്റ് യൂസ് ചെയ്യുന്നതും, ഒരു വ്യക്തിയെ കുറിച്ചാണ് സെന്റൻസിൽ പറയുന്നതെന്നുണ്ടെങ്കിൽ പൊസസീവ് പ്രോണൗൺ ആയിട്ട് റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട് ഹ്യൂസും യൂസ് ചെയ്യും. ഓക്കെ, ദെൻ
ഇനി സെന്റൻസിൽ ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ വിച്ചും ദാറ്റുമാണ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്യാൻ വരുന്നത്. ഇനി ഒബ്ജക്റ്റിലെ ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ വിച്ചും ദാറ്റുമാണ്. അതുപോലെ ഓഫ് വിച്ച് ആയിരിക്കും പൊസസീവ് പറയുമ്പോൾ. ഇവിടെ ഒരു രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദ മാൻ ഹു റോബ്ഡ് ഹാസ് ബീൻ അറസ്റ്റഡ് അല്ലെ, കണ്ടോ, ഹൂ ആണ്. ദ മാൻ ഹൂം ഗേവ് ദ കാർ ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ദെൻ വിത്തൗട്ട് ദ ഹൂസ് മിനിസ്റ്റർ ബിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പൊസസീവ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതുപോലെ തിങ്സിന്റെ കേസിലും വരുമ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഇസ് എ പിക്ചർ വിത്ത് ദാറ്റ് കോസ്ഡ് സെൻസേഷൻ ആൻഡ് ദിസ് എ കാർ വിച്ച് ഓർ ദാറ്റ് ഏതും പറ്റും. അതുപോലെ ഓൺ വിച്ച് പറയുമ്പോൾ ഓഫ് വിച്ച് ഐ എം പ്രൗഡ് എന്ന് പറയും. നമുക്ക് ജസ്റ്റ് ബുക്കിൽ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമുക്ക് ബാക്കി എക്സാമ്പിൾസിലോട്ട് നോക്കാം. റിലേറ്റീവ് പ്രോണൗൺ ടേബിൾ അല്ലെ, ആ ടേബിൾ ഞാൻ ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ. നോക്കാം. ഫോർ പേഴ്സന്റെ കേസിൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുമ്പോൾ സബ്ജക്റ്റ് ഹൂവും ദാറ്റും നോക്കാം. ഹൂവും ദാറ്റും ആയിട്ട് വരുന്നുണ്ടോ നോക്കാം. എക്സാമ്പിൾ, ദ മാൻ ഒരു വ്യക്തിയാണ് പറയുന്നത്. അവിടെ എന്ത് കൊടുക്കും മക്കളെ? ഹൂ ആണോ ദാറ്റ് ആണോ? ഹൂ റോബ്ഡ് ഹാസ് ബീൻ അറസ്റ്റഡ് അല്ലെ. അടുത്തത് ദ ടീച്ചർ ഒരു വ്യക്തിയാണ്, അപ്പൊ ഹൂ ടോട്ട് അസ് ഈസ് റിട്ടയറിംഗ് അല്ലെ. ദെൻ ദ ഗേൾ പെൺകുട്ടിയാണ്, ഒരു വസ്തുവാണ്, ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ദാറ്റ് സെയിം വെൽ ആൻഡ് വൺ ദ പ്രൈസ് അല്ലെ. ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടേക്ക് എന്ത് വരും? അതിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഹൂവും ദാറ്റും ആണ്. ക്ലിയർ. അടുത്തത് ഒബ്ജക്റ്റ് ആയിട്ട് റിലേറ്റീവ് പ്രോണൗൺ വരുന്നത് നോക്കാം. ഹൂം, ഹൂ, ദാറ്റ്. എക്സാമ്പിൾ, ഒരു പേഴ്സൺസിന്റെ കേസിൽ മാത്രമായിട്ട് അത് വരുന്നത്. ദ മാൻ ഹൂം യു ഗേവ് ദ കാർ ഈസ് മൈ ഫ്രണ്ട് അല്ലെ. ആ മനുഷ്യനാണ് എന്ത് കൊടുത്തത്? കാറ് കൊടുത്തത് ആർക്ക്? എന്റെ ഫ്രണ്ടിന്. അപ്പൊ ഇവിടെ എന്താണ് മക്കളെ? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഹൂം ആണ് കേട്ടോ. ദ ബോയ് ഹൂം വി ഹെൽപ്ഡ് ഹിം ഇസ് ഗ്രേറ്റ്ഫുൾ അല്ലെ. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത വളരെ നന്ദിയുള്ള ആ ഒരു വ്യക്തി ആരാണ്? ഹൂം ആരാണ്? ആ ബോയ്. അപ്പൊ അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ദെൻ ദ പേഴ്സൺ ഹൂ യു കോൾഡ് ഹാസ് അറൈവ്ഡ് അല്ലെ. ആ വ്യക്തി, ഏത് വ്യക്തി? നമ്മളെ ഇങ്ങോട്ട് അറൈവ് ചെയ്ത് വിളിച്ചു വരുത്തിയിട്ടുള്ള ആ വ്യക്തി. അപ്പൊ അത് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഹൂ ആണ് കൊടുക്കുന്നത്. ക്ലിയർ. ദെൻ പൊസസീവ് അല്ലെ, എന്റേത് എന്ന് പറയുന്ന കേസിൽ പേഴ്സൺസിനെ യൂസ് ചെയ്യുമ്പോൾ വരുന്നത് എന്താ നോക്കാം. എക്സാമ്പിൾ, ദ ഫിലിം ഈസ് അബൌട്ട് ദ കിങ് ഹൂസ് മിനിസ്റ്റേഴ്സ് ബിട്രേ ഹിം അല്ലെ. അവിടെ എന്താണ് വരുന്നത്? പൊസസീവിൽ വരുമ്പോ ഹൂസ് ആണ് വരുന്നത്. ദ വുമൺ ഹൂസ് ബാഗ് വാസ് സ്റ്റോളൻ ഈസ് ക്രൈയിങ് അല്ലെ. അവിടെയും എന്താണ് വരുന്നത്? ഹൂസ് തന്നെയാണ് കേട്ടോ. അവളുടേത്, അവളുടെ ബാഗ് അല്ലെ. അവളുടെ ബാഗ് അവന്റെ എന്നൊക്കെ പറയാം അല്ലെ. എന്റേത് എന്ന് പറയുന്ന ഒരു പൊസസീവ് പറയുമ്പോഴാട്ടോ. ദ ബോയ് ഹൂസ് പാരന്റ്സ്, ആരുടെ പാരന്റ്സ് ആണ്? ആ ബോയുടെ തന്നെയാണ്. അപ്പൊ അവന്റേത് തന്നെ എന്ന് പറയുന്ന ഒരു യൂസ് ചെയ്യുമ്പോൾ ഹൂസ് ആണ് വരുന്നത് കേട്ടോ. പാരന്റ്സ് ലീവ് അബ്രോഡ് ഇൻ മൈ ഫ്രണ്ട്. ക്ലിയർ. ദെൻ ഇനി വസ്തുക്കളുടെ കേസിൽ വരുമ്പോ സബ്ജക്റ്റ് വിച്ചും ദാറ്റും ആയിരിക്കും. നോക്കാം. എക്സാമ്പിൾ, ദിസ് ഇസ് ദ പിക്ചർ അല്ലെ. ഒരു പിക്ചർ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവാണ്. വിച്ചോ ദാറ്റോ കൊടുക്കാം. കോസ്ഡ് ഇൻ സെൻസേഷൻ അല്ലെ. കാരണമായിട്ടുള്ള സെൻസേഷന് കാരണമായിട്ടുള്ള ആ പിക്ചർ എന്ന് പറയുമ്പോൾ വിച്ചോ അല്ലെങ്കിൽ ദാറ്റോ രണ്ടും കൊടുക്കാം. ദാറ്റ് ആണ് ഒന്നും കൂടെ ബെറ്റർ കേട്ടോ. ദെൻ ദ ബുക്ക് ദാറ്റ് ഇൻസ്പയർഡ് മീ ഈസ് ഓൺ ദ ടേബിൾ. ആ ബുക്ക്, ആ ടേബിളിൽ കിടക്കുന്ന ആ ബുക്കാണ് അല്ലെ. ആ ബുക്ക്, ഏത് ബുക്ക്? ദാറ്റ് ബുക്കാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയത്. The song which become hit is trending അല്ലെ. ഏത് സോങ്? ആ സോങ് ട്രെൻഡിങ്ങിലുണ്ട്. ഏത് സോങ്? വിച്ച് സോങ് അല്ലെ. അപ്പൊ അവിടെ എന്ത് കൊടുക്കും? വിച്ച് കോൺ. ഇതൊക്കെ കണക്ടിങ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ആ സോങ്ങിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് ആ വിച്ച് കൊടുത്തത്. ബുക്കിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് ആ ദാറ്റ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ആ നൗണിനെ കുറിച്ച് കൂടുതൽ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് ഈ റിലേറ്റീവ് പ്രോണൗൺ ചേർക്കേണ്ടി വരുന്നത്. ഓക്കെ. ദെൻ ഒബ്ജക്റ്റ് വിച്ച് ദാറ്റ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ കൊടുക്കുക. എക്സാമ്പിൾ, ദ കാർ വിച്ച് ദാറ്റ് ഐ ഹേർഡ് ബ്രോക്ക് ഡൗൺ അല്ലെ. ആ കാറാണ് പറയുമ്പോൾ വിച്ചും ദാറ്റും ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ദെൻ ദ ലാപ്ടോപ്പ് വിച്ച് യു ബോട്ട് ഈസ് എക്സലന്റ് അല്ലെ. വാങ്ങിയിട്ടുള്ള ആ ലാപ്ടോപ്പ് എന്താണ്? വളരെ എക്സലന്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ആണ്. ദ ഹൗസ് ദാറ്റ് ഐ റെന്റഡ് ഈസ് കംഫർട്ടബിൾ. ഞാൻ റെന്റിന് കൊടുത്തിട്ടുള്ള ആ വീട് എന്താണ്? ആ കംഫർട്ടബിൾ ആണ് അല്ലെ. എന്താണ്? വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇവിടെയും എന്താണ് വരുന്നത്? ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ദെൻ പൊസസീവ്, എന്റേത്, അതിന്റേത് എന്ന് പറയുന്ന ഒരു പൊസസീവ് ഒരു വസ്തുവിനെ യൂസ് ചെയ്യുമ്പോൾ നോക്കാം. ദിസ് ഇസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് അല്ലെ. ആ അച്ചീവ്മെന്റ്, എന്റെ അച്ചീവ്മെന്റിൽ എന്ന് പറയാൻ പോവാണ്. അപ്പൊ എന്താണ്? ഓഫ് വിച്ച് ആണ് കേട്ടോ. വിച്ച് അല്ല, ഓഫ് വിച്ച് ചേർക്കണം. ഓക്കെ. ദ പ്രൊജക്ട് ഓഫ് വിച്ച് വി സ്പോക്ക് ഹാസ് ബീൻ അപ്രൂവ്ഡ് അല്ലെ. ഏത് പ്രൊജക്റ്റ് ആണ്?
ഞങ്ങളുടേതായിട്ടുള്ള ആ പ്രൊജക്ട്. അപ്പൊ അത് വീണ്ടും പൊസസീവ് ആകുമ്പോൾ ഓഫ് വിച്ച് ആണ് കേട്ടോ. ദ മൂവി ഓഫ് വിച്ച് ദ ഡയറക്ടർ ഈസ് ഫേമസ് വൺ ആൻ അവാർഡ്. എന്താണ് ഓഫ് വിച്ച്? അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിൻ്റെ പൊസസീവിന്റെ ഒരു പൊസിഷനിലോട്ട് വരുമ്പോൾ വരുന്ന മാറ്റമാണ് കേട്ടോ. ദെൻ ആക്ടിവിറ്റി 3, റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. അല്ലെ, നോക്കണ്ട മക്കളെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ പണ്ട് മുതലേ മാർക്ക് വാങ്ങി വരുന്നതാണ് അല്ലെ. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെ? ക്വസ്റ്റ്യൻ ടാഗിൽ ഇതിൽ നമുക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എവിടെ കിട്ടാനല്ലേ മക്കളെ? നോക്കാം. ഇറ്റ്സ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഇസ് ഇറ്റ്? എങ്ങനെ മക്കളെ ഇസ് ഇറ്റ് വന്നത്? അല്ല, അറിയാലേ, അത് അറിയാതിരിക്കുമല്ലോ, പ്രശ്നമൊന്നുമില്ല അല്ലെ. എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്? ഓക്സിലറി വെർബിനെ എടുക്കുക പുറത്തോട്ട്, നേരെ ഇവിടെ പ്രൊണോണിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ആരാണോ അതങ്ങ് യൂസ് ചെയ്യാം. ഇവിടെ നോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നോട്ട് വരുമോ? ഇല്ല, അവിടെ പോസിറ്റീവ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ആണ് അല്ലെ. ഇനി അടുത്തത് നോക്കി. ദ പ്രിൻസിപ്പൽ ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഡിസിഷൻ. അതിന്റെ ആൻസർ നമുക്ക് നോക്കാതെ പറഞ്ഞ് ഇവിടെ ആരാണ് ഓക്സിലറി വെർബ്? ഹാസ് ആണ്. ഇവിടെ നോട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ പോയിട്ട് നോട്ട് കൊടുക്കണം. അപ്പൊ ഹാസ് ഇൻഡ് വരും. ദ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ആരാണ് മക്കളെ? ബോയ് ആണോ ഗേൾ ആണോ? ദ പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഹി ആയിരിക്കും അല്ലെ. അപ്പൊ ഹാസ് ഇൻഡ് ഹി. ക്ലിയർ ആയല്ലോ? ദ നെക്സ്റ്റ് വൺ, യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി. ഓക്കെ, ഇവിടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ടാഗ് ഒരു നമുക്ക് മീനിങ്ങിലോട്ടല്ല നോട്ടം വരണ്ട, ഓക്സിലറി വെർബിലോട്ടും അതിന് മുമ്പിൽ കാണുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ പ്രോണൗൺ ആണെങ്കിൽ അതിലോട്ട് നോക്കാം. ഇവിടെ കറക്റ്റ് ആയിട്ട് ഹാസ് കാണുന്നുണ്ട്, നെഗറ്റീവ് ആണോ? അപ്പൊ ഓക്കെ. അപ്പൊ നോക്കാം. ദ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഹാസിന്റെ കേട്ടോ, ഹാസിന്റെ ഹി ആണ് വരിക കേട്ടോ, ഹാസിന്റെ ഹി ആണ് കേട്ടോ വരുന്നത്. ദെൻ you must have learned how to frame question tags earlier. Let's see how they work. നമുക്ക് നോക്കാം എങ്ങനെ എന്നുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഐഡന്റിഫൈ ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ലെ, നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫിൽ ഇൻ ചെയ്യാൻ നോക്കാം. ഹി സംടൈംസ് റീഡ് ദ ന്യൂസ് പേപ്പർ. നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഇതിലെവിടെ നിങ്ങൾ ഓക്സിലറി വേഗം പോയിട്ട് ഓക്സിലറി എടുക്കണം, എന്നാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. എവിടെ ഓക്സിലറി വെർബ്? ഞാൻ ഇതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈസ്, ആമ്, ആറ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഇതൊന്നും നിങ്ങൾ അതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഡു, ഡസ്, ഡിഡ് ആയിരിക്കും ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുക. ഡു, ഡസ്, ഡിഡിന് നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും? പറഞ്ഞേ. ആ സെന്റൻസിലുള്ള വെർബ്, അതിലുള്ള ക്രിയ ഉണ്ടാവും ആ സെന്റൻസിൽ. ആ ക്രിയന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഡൂവിനും ഡെസിനും ഡിഡിനും ഇങ്ങോട്ട് പുറത്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാകും. ഈസി ആണല്ലോ. എന്താ പറഞ്ഞത്? ഓക്സിലറി വെർബായിട്ടുള്ള ഈസ്, ആമ്, ആറ്, വാസ്, വേറെ ഇങ്ങനെയുള്ളത് ഒന്നും സെന്റൻസിൽ ഇല്ലെങ്കിൽ വെർബിന്റെ ഉള്ളിൽ ആര് വിളിച്ചിരിക്കുന്നുണ്ടാവും? ഡു, ഡസ്, ഡിഡ് ഉണ്ടാവും. അവരിങ്ങോട്ട് പുറത്തോട്ട് എടുത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈസും വാസും വേറെ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇവിടെ ആരുണ്ട് മക്കളെ? റീഡ് എന്ന് പറയുന്ന വെർബുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരാളെ പുറത്തോട്ട് എടുക്കാൻ പോവാണ്. ഇത് ആരെയാണ് ഞാൻ പുറത്തോട്ട് ഇരിക്കുന്നത്? അവിടെ അതിന്റെ ഉള്ളിൽ ആരുണ്ട് മക്കളെ? ഡെസ് ഉണ്ട് അല്ലെ. റീഡിന്റെ ഡെസ് ഫോം ആണ് റീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഞാൻ ഡെസ്സിനെ പുറത്തോട്ട് എടുത്തു. സെന്റൻസിലോട്ടൊന്ന് നോക്കി, അവിടെ നോട്ടൊന്നും കാണുന്നില്ല, അത് നെഗറ്റീവ് സെന്റൻസ് അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ ഡെസ്സിന്റെ കൂടെ ഒരു എൻഡി കൂടെ ഇട്ട് കൊടുത്തു. അപ്പൊ ഡെസ്സിന്റെ ആക്കി. ഇനി ഞാൻ നേരെ സെന്റൻസിലോട്ട് വീണ്ടും നോക്കും, ഇവിടെ ആരെ കിടക്കുന്നത്? ഹി ആണ്, അതങ്ങ് കൊടുക്കും. അപ്പൊ ഒരു സംശയമല്ല, ഡെസ്സിന്റെ ഹി ആയി. ക്ലിയർ ആണല്ലോ? സിമ്പിൾ. ദെൻ ഐ തിങ്ക് ഹീസ് ഫ്രം ദ മാൽദീവ്സ്. അല്ലെ, ഇവിടെ കറക്റ്റ് ആയിട്ട് ആളെ കാണുന്നുണ്ട്. ഹീന്റെ കൂടെ ഈസ് ആട്ടത്. അപ്പൊ ഇവിടെ ഈസ് ഉണ്ട്. അപ്പൊ നേരെ ഈസ് അങ്ങ് എടുക്കും. നേരെ ഈസ് എടുത്തു, നേരെ നെഗറ്റീവ് ആക്കി. സെന്റൻസിൽ നോട്ടില്ല, നെഗറ്റീവ് ആക്കി. ഇങ്ങനെ ഒന്നും നോക്കണ്ട, ഹീയും കൊടുത്തു. ഈസിന്റെ ഹി. വളരെ ക്ലിയർ ആണ് അല്ലെ, വളരെ പെട്ടെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ സാധിക്കാം. അടുത്തത്, ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. അല്ലെ, ഇവിടെ വരുമ്പോ എന്താണ് മക്കളെ സംഭവിക്കുന്നത്? ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഇതെന്താണ്? ഇതൊരു ഓർഡർ ആണ്, ഒരു ഇമ്പരേറ്റീവ് സെന്റൻസിൽ പെടുന്ന അല്ലെ. ഓർഡർ, റിക്വസ്റ്റ്, കമന്റ്സ് ഇതൊക്കെ വരുമ്പോ നമ്മൾ കൂടുതലും എന്ത് യൂസ് ചെയ്യും മക്കളെ? വിൽ യു യൂസ് ചെയ്യും. എന്ത് യൂസ് ചെയ്യും? വിൽ യു യൂസ് ചെയ്യും. ക്ലിയർ? then let's go swimming. let's go swimming. അല്ലെ, ഇങ്ങനെ ലെറ്റ്സ് കണ്ടാ പിന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ലെറ്റ്സ് കണ്ടാ നിങ്ങൾ എന്താ മക്കളെ ആൻസർ പറയാ? ആദ്യം നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോ ലെറ്റ്സ് ഉണ്ടാവണേ, ലെറ്റസ് ഉണ്ടാവണേ എന്നായിരിക്കും. ലെറ്റസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നുമില്ല. ഞങ്ങൾ അവിടെ ഒന്നും നോക്കില്ല, ഷാളി അങ്ങ് കൊടുക്കും. അല്ലെ, എക്സാമിന് ഞാനൊക്കെ പഠിച്ചിരുന്ന ടൈമിലേ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യമാണ് ലെറ്റസിന്റെ ആവണേ ക്വസ്റ്റ്യൻ ടാഗ്. എന്നാ പിന്നെ ഷാൾവി കൊടുത്ത ഒരു മാർക്ക് ഇങ്ങോട്ട് പോരുമല്ലോ എന്ന്. അല്ലെ, അപ്പൊ അത്രയുള്ള സിമ്പിൾ ആണ് കേട്ടോ.
then pass me the salt, want you അല്ലെ. ഇതും എന്താണ്? pass me the salt നമ്മുടെ റിക്വസ്റ്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ് മക്കളെ? want you ആണ് കൊടുക്കാട്ടോ. റിക്വസ്റ്റ് ആയതുകൊണ്ടാണ് want you കൊടുത്തത്. then he could have bought a new car അല്ലെ. ഇവിടെ എന്തുണ്ട്? ഇവിടെ കുഡ് കാണുന്നുണ്ട് അല്ലെ. can കുഡൊക്കെ എന്താണ് മക്കളെ? കുഡ് കാണുന്നുണ്ട്. നെഗറ്റീവ് ആക്കണ മക്കളെ, അവിടെ നോട്ടില്ല, അപ്പൊ കുഡിന്റെ ആക്കുക. then he കൊടുക്കുക, couldn't he ആക്കുക. ക്ലിയർ. then the girl won't sing in the party അല്ലെ. ഇവിടെ ഒരാളെ കാണുന്നുണ്ട്, വോണ്ട് കാണുന്നുണ്ട് അല്ലെ. വോണ്ട് നമുക്ക് വില്ല് ഇങ്ങോട്ട് എടുത്തു, നോട്ട് അവിടെ ഉണ്ട്, അപ്പൊ നമുക്ക് വേണ്ട. വുഡിന് നമ്മൾ എന്താക്കി? വില്ലാക്കി മാറ്റി. അപ്പൊ വില്ലുണ്ട്. ദ ഗേൾ എന്ന് പറയുമ്പോ ഗേളിന് പകരം ഷീ കൊടുക്കും. ക്ലിയർ. then he went on a door അല്ലെ. he went on a door. വെന്റ് അവിടെ കാണുന്നുണ്ട്, വേറെ ആരും അവിടെ കാണുന്നില്ല. പക്ഷെ നമുക്ക് വെന്റിനുള്ള ആളെ പുറത്തെടുത്താലോ? ഗോ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഗോ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ആളെ പുറത്തെടുത്തേനെ. ആരെ പുറത്തെടുക്കും? ഡൂവിനെ പുറത്തെടുക്കും. ഗോസ് ആയിരുന്നെങ്കിൽ ഞാൻ ആരെ പുറത്തെടുക്കും? ഞാൻ ആരെ പുറത്തെടുക്കും? ഡെസ്സിനെ പുറത്തെടുക്കും. പക്ഷെ ഇവിടെ ആരെയാ മക്കളെന്ന് നോക്കി, ഇവിടെ വെന്റാണ്. അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരെ പുറത്തെടുക്കണം? ഡിഡിനെ പുറത്തെടുക്കണം. അത് പാസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഡിഡ് എടുത്തു, നെഗറ്റീവ് ആക്കി, ഡിഡിന്റെ ആക്കി, then he കൊടുത്തു. ഈസി അല്ലേ? then now fill in the blanks. ഇനി നമ്മൾക്ക് ഇവിടെ ആൻസേഴ്സ് ഫില്ല് ചെയ്യാൻ തുറന്നിട്ടുണ്ട്. യു ആർ an ഇന്ത്യൻ. ആറുണ്ട്, യു ഉണ്ട്, പിന്നെ ഒന്നും ചെയ്യാനില്ല, നെഗറ്റീവ് ആക്കി കൊടുക്കുക. യു ആർ നോട്ട് അല്ലെ. അപ്പൊ ആറിന്റ് യു എന്താണ്? ആറിന്റ് യു ആണ് അല്ലെ. വളരെ ഈസി ആണ് അല്ലെ. ആറിന്റെ ഇപ്പുറത്ത് ആറിന്റ് യു കൊടുത്താൽ മതി അല്ലെ. then I am late. I am late എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? I am late എന്ന് പറഞ്ഞാൽ I am not അല്ല, I am മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് അല്ല. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ I am പോസിറ്റീവിൽ വന്നു കഴിഞ്ഞാൽ ആറിന്റെ ആയി അല്ലേ. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണുക. അപ്പൊ പിന്നെ നമുക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും. ഇത് ഓരോന്നിനും വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ എല്ലാ റൂൾസും നമ്മളിത് പറയാൻ കഴിയില്ല കേട്ടോ. അപ്പൊ അതിന്റെ എല്ലാ റൂൾസും നിയമങ്ങളും പറഞ്ഞിട്ടുള്ള വൃത്തിയായിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ടാഗിന്റെ. അത് പോയിട്ട് കാണാം കേട്ടോ. then the boy is from കോട്ടയം. the boy is from കോട്ടയം ഈസി ആണ് അല്ലെ. ഇവിടെ ഈസ് ഉണ്ട്. അപ്പൊ ഈസിന്റെ ആക്കും. ബോയ്ക്ക് പകരം നമ്മൾ ആരെ കൊടുക്കും? ഹീനെ കൊടുക്കും. ക്ലിയർ. then ഇവിടെ he will never know. ഇവിടെ വില്ല് അവിടെ ഉണ്ട് കേട്ടോ മക്കളെ. ആ വില്ലിനെ അങ്ങോട്ട് പുറത്തോട്ട് എടുക്കുക. ഇവിടെ നെവർ ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ആണ് സെന്റൻസ്. അപ്പൊ നോട്ട് വേണ്ട. അപ്പൊ will he. ക്ലിയർ. then Anne has cleaned the plates അല്ലെ. ഇവിടെ Anne has cleaned the plate. ഇവിടെ ഹാസ് കാണുന്നുണ്ട്, ഹാസിന്റെ കൊടുക്കുക. ആൻ അവിടെ കാണുന്നുണ്ട്, ഹാസിന്റെ ഷീ. ഓക്കെ, ക്ലിയർ. അടുത്ത് അനു ആൻഡ് മനു രണ്ടാളാട്ടോ. അപ്പൊ തന്നെ അവിടെ ആര് വരണം? ദേ വരണം. രണ്ടാളാവുമ്പോ പിന്നെ ഹീ ഷീയും പറ്റും ഇല്ല. അപ്പൊ ദേ ആണ് അല്ലെ. then ഇവിടെ വില്ല് കാണുന്നുണ്ട്. അപ്പൊ അതെന്താക്കി? വില്ല് എന്താക്കി? വോണ്ട് ആക്കി മാറ്റി, ആൻഡ് ദേ ആക്കി കൊടുത്തു. ക്ലിയർ ആണല്ലോ. വിവേക് പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. വിവേക് ഇന്നലെ ഫുട്ബോൾ കളിച്ചു അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആരെ പുറത്തെടുക്കാം? ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ പ്ലേഡിന്റെ അടുത്തോട്ട് ചെന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പ്ലേഡ് എന്ന് പറയുമ്പോൾ ഡിഡ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഉള്ളിൽ ഞാൻ ഡിഡിനെ അങ്ങോട്ട് പുറത്തെടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? നെഗറ്റീവ് ആക്കി, ഡിഡിന്റെ ആക്കി. കാരണം ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണല്ലോ. അപ്പൊ ഞാൻ ഡിഡിന്റെ ആക്കി. then വിവേകിന് പകരം ഞാൻ ഹീയും കൊടുത്തു. ക്ലിയർ. then read the dialogue between two friends and fill in the blanks appropriately അല്ലെ. ഇവിടെ ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം മക്കളെ? ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗുഡ് മോർണിംഗ് രാജീവ് ആണ്. ഗുഡ് മോർണിംഗ് മാധവ്. ഐ എം നോട്ട് ടു early അല്ലെ. ഞാൻ ഒരുപാട് early ആയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ഐ ആം നോട്ട് വരുമ്പോ ഐ ആം എന്ന് മാത്രമായിരുന്നെങ്കിൽ ആറിന്റെ ആയി വരും. പക്ഷെ ഐ ആമിന്റെ കൂടെ നോട്ടും കൂടെ വരുമ്പോ നേരെ എന്ത് കൊടുക്കണം? ആമൈ കൊടുക്കണം. ക്ലിയർ ആണല്ലോ. ഇവിടെ ആം മാത്രമായിരുന്നെങ്കിൽ ആറിന്റെ ഐ ആയിരിക്കും. പക്ഷെ ഇവിടെ ഐ ആം നോട്ട് എന്ന് കൊടുത്തുകൊണ്ടാണ് ആമൈ വന്നത്. ക്ലിയർ. then മാധവ് നോ നോട്ട് അറ്റ് ഓൾ യു ഹാവ് ബോട്ട് ഓൾ ദ ഡോക്യുമെന്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് എന്തെടുക്കണം മക്കളെ? ഇവിടെ ഹാവ് കിടക്കുന്നുണ്ട്, യുവും കിടക്കുന്നുണ്ട്. ഹാവിനെ നമ്മൾ എന്താക്കി മാറ്റണം? നെഗറ്റീവ് ആക്കിയിട്ട് ഹാവിന്റെ ആക്കുക, യു തന്നെ കൊടുക്കുക. ക്ലിയർ. then രാജീവ് I will get ready soon. You wouldn't mind waiting for a few minutes അല്ലെ. ഇവിടെ വുഡിന്റെ ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിന് വുഡിന് എടുക്കാം, യു എടുക്കുക, സുഖമായിട്ട് വുഡ് യു കൊടുക്കാം. Clear. then Madhav, okay, no problem. At what time shall we leave? And Raji, by 9 o'clock I think we will reach the bank in time അല്ലെ. ഇവിടെ ആരെ തന്നിട്ടുണ്ട്? വിയും തന്നിട്ടുണ്ട്, വില്ലും തന്നിട്ടുണ്ട്. വില്ല് എന്തായിട്ട് മാറും? വോണ്ടായിട്ട് മാറും. അപ്പൊ വോണ്ട് നെഗറ്റീവ് ആയതുകൊണ്ടാണ് വോണ്ടിലോട്ട് ചേർത്തത്. വോണ്ട് വി. ഓക്കെ. then Madhav, okay, then please get ready. I will have talk with your father. Yes, please do. Clear.
Then activity 4, read the following sentence. Where is grandpa? I asked grandma. And I asked grandma where is grandpa was. എന്താ മക്കളെ, റിപ്പോർട്ടേഴ്സ് അല്ലെ, റിപ്പോർട്ടർ സ്പീച്ചിലെ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റിയാലേ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്ലാസ് ഉണ്ട്, നമ്മൾ പോയിട്ട് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇവിടെ വേർ ഇസ് ഗ്രാൻഡ് പാ ഐ ആസ്ക്ഡ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, WH ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റിയിട്ടുള്ളത്. ഓക്കെ, എന്തിലോട്ട്, റിപ്പോർട്ടിംഗ് വേർഡിലോട്ട് മാറ്റിയിട്ടുള്ളത്. നോക്കാം, ഇവിടെ ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ എന്ന് ഇവിടെ ഇങ്ങനെ എടുത്തെഴുതിയതിനു ശേഷം ഇവിടെ വന്നത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ WH ക്വസ്റ്റ്യൻ അതേപോലെ എടുത്തെഴുതി വേർ കൊടുക്കും. പിന്നെ ഈസ് എന്തായിട്ട് മാറും മക്കളെ, ഈസ് എന്തായിട്ട് മാറും പറഞ്ഞേ, പ്രസന്റ് ടെൻസ് എന്തായിട്ട് മാറും, നേരെ പാസ്റ്റ് ആവും. അപ്പൊ ഈസ് നേരെ എന്തായിട്ട് മാറും, വാസ് ആയിട്ട് മാറും. അപ്പോ ഗ്രാൻഡ്പാ വാസ്. ക്ലിയർ? ഓക്കെ. ദെൻ വാട്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് ഇസ് റിപ്പോർട്ട്, മുകളിൽ കാണുന്ന ടൈപ്പ് ഓഫ് സെന്റൻസ് എന്താണെന്ന് ചോദിച്ചത് ക്വസ്റ്റ്യൻ ആണല്ലേ, ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് മാറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്നും പറയും. ഓക്കെ. Then which reporting word is used here? അവിടെ നമുക്ക് ഏത് റിപ്പോർട്ടിംഗ് വേർഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? റിപ്പോർട്ടിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ സെന്റൻസുകളിലെ ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ കളഞ്ഞ് അത് നമ്മൾ സെന്റൻസിലോട്ട് മാറ്റുമ്പോൾ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റിപ്പോർട്ടിംഗ് വേർഡ് എന്ന് പറയുന്നത്. ആ വേർഡ് ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത് മക്കളെ, ഒന്ന് പറഞ്ഞേ. അവിടെ വിച്ച് റിപ്പോർട്ടിംഗ് വേർഡ് ഇസ്, റിപ്പോർട്ടിംഗ് വേർഡ് ഇസ് ആസ്ക്ഡ് യൂസ്ഡ് കേട്ടോ. ഇവിടെ റിപ്പോർട്ടിംഗ് വേർഡ് ഏതാണ്, ആസ്ക്ഡ് ആണ്. വിച്ച് വേർഡ് ഇസ് യൂസ്ഡ് ടു ലിങ്കർ, അല്ല സോറി, ഇവിടെ റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആസ്ക്ഡ് ആണ്. ലിങ്കിങ് വേർഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, വേർ ആണ് കേട്ടോ. ലിങ്കിങ് വേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്, ഇവിടെ വേർ ആണ്. വിച്ച് വേർഡ് ഇസ് യൂസ്ഡ് ആസ് എ ലിങ്കർ എന്ന് പറയുമ്പോൾ വേർ ആണ് കേട്ടോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതില് റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് നമ്മൾ ആസ്ക്ഡ് യൂസ് ചെയ്തു, ലിങ്കിങ് വേർഡ് ആയിട്ട് നമ്മൾ വേറും യൂസ് ചെയ്തു. ക്ലിയർ? What kind of changes are made in the sentence in the direct speech? എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഫ്രം ദ ചേഞ്ച് ഇൻ ടു സെന്റൻസ് അല്ലെ, ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ, അത് പിന്നെ സെന്റൻസ് ആയിട്ട് മാറി. അതാണ് ഒന്നാമത്തെ മാറ്റം. Then verb is changed to past form was അല്ലെ, വെർബ് മാറ്റം വന്നപ്പോ ഈസ് എന്തായിട്ട് മാറി, വാസ് ആയിട്ട് മാറി അല്ലെ. അതർ ചേഞ്ചസ് ഇൻ പഞ്ച്വേഷൻസ്, അതേപോലെ തന്നെ എന്തുണ്ട്, ക്വസ്റ്റ്യൻ പഞ്ച്വേഷൻ മാർക്കിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് റിമൂവ്ഡ് ഇൻ ദ റിപ്പോർട്ടർ സ്പീച്ച് അല്ലെ, അതിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് സെന്റൻസിലോട്ട് മാറ്റി ഉണ്ടാവും, അത് റിമൂവ് ചെയ്യും. സെന്റൻസ് എന്ത് ചെയ്ത പീരീഡ് ഓഫ് ഇൻസ്റ്റഡ് അല്ലെ, അതിന് പകരം നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് കൊടുക്കും. ക്ലിയർ? അടുത്ത let's analyze the another case of the reporting അല്ലെ. ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ വേറും വാട്ടും ഒന്നല്ല, WH ക്വസ്റ്റ്യൻസ് അല്ല. ഇവിടെ ഒന്ന് നോക്കിയേ, will you pay $15 for me, മാർത്ത ആസ്ക്ഡ് ഗ്രാൻഡ്ഫാദർ അല്ലെ. മക്കളെ വിൽ യു എന്നൊക്കെ ഡു യു എന്നൊക്കെ വരുമ്പോ എന്താ മക്കളെ, ഈസ് വാസ് വേറെ വില്യു അതൊക്കെ ഫ്രണ്ടിൽ വന്ന എന്ത് സംഭവിക്കും, എസ് ഓർണോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി അല്ലെ. WH ക്വസ്റ്റ്യന് എസ് ഓർണോ ആയിട്ട് മാറി. അപ്പൊ ഇവിടെ വരുന്ന മാറ്റം നോക്കിയേ, മാർത്ത ആസ്ക്ഡ് ഗ്രാൻഡ്ഫാദർ ഇതേപോലെ കൊടുത്തു. മാർത്ത ആസ്ക്ഡ് ഗ്രാൻഡ്ഫാദർ കഴിഞ്ഞിട്ട് ഇവിടെ വില്ല് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അത് WH ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ ആര് കൊടുക്കണം, എസ് ഓർണോ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഈഫോ വെതറോ. അപ്പൊ ഇഫ് ഹി വുഡ് പേ, വില്ല് എന്തായിട്ട് മാറും, സ്വാഭാവികമായിട്ടും പാസ്റ്റ് ആകുമ്പോൾ വുഡ് ആയിട്ട് മാറും. പേ $15 ഫോർ ഹർ. ക്ലിയർ ആണല്ലോ. ഫോർ മീ എന്നുള്ളത് മീ എന്തായിട്ട് മാറും, മീ എന്നുള്ളത് ഹർ ആയിട്ട് മാറും. ക്ലിയർ? ചെറിയ ചെറിയ നിയമങ്ങളുള്ളൂ കേട്ടോ. ഓരോന്നും നിങ്ങൾക്ക് പുതിയ പുതിയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടിങ്ങിന്റെ ക്ലാസ്, നമ്മൾ പറഞ്ഞ റിപ്പോർട്ടിംഗ് വെബ്സിന്റെ റിപ്പോർട്ട് സ്പീച്ചിന്റെ ക്ലാസ് പോയിട്ട് കേൾക്കുക കേട്ടോ. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് വെൻ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദ പ്രീവിയസ് സെന്റൻസ് അല്ലെ. നമ്മൾ പ്രീവിയസ് സെന്റൻസ് WH ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ, അതും ഈ എസ് ഓർണോ ക്വസ്റ്റ്യൻ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന മാറ്റം നോക്കാം. WH ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ യൂസസ് ഈഫ് ആസ് എ ലിങ്കർ ഇൻസ്റ്റെഡ് ഓഫ് എ WH വേർഡ് അല്ലെ. നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്തു, ഈഫ് ആണ് WH വേർഡിന് വരാം. അവിടെ വേർഡിന് പകരം ഇവിടെ ഈഫ് യൂസ് ചെയ്തു. ദ വെർബ് ചേഞ്ചസ്, എക്സാമ്പിൾ വിൽ ടു വുഡ്. അതുപോലെ വെർബ് എന്തായി, വില്ല് വുഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. ആൻഡ് ദ സ്ട്രക്ചർ ബിക്കം സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറി. ക്ലിയർ ആണേ? നോക്കാം. What changes will you make while reporting WH question, yes or no question, and comments and the request? ഇനി ഇതാണ് ചോദ്യം, ഇതാണ് മെയിൻ ചോദ്യം. WH ക്വസ്റ്റ്യൻസും എസ് ഓർ നോ ക്വസ്റ്റ്യൻസും കമന്റ്, റിക്വസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാതും വരുമ്പോൾ എന്തൊക്കെ മാറ്റാണ് റിപ്പോർട്ടിംഗ് വെബ്സിന് വരുന്നത്? ഇങ്ങനെയുള്ള ഓരോന്നിനും മാറ്റം വരികയാണ് അല്ലെ. WH ക്വസ്റ്റ്യൻസ് ആയപ്പോൾ വേറെ മാറ്റമായിരുന്നു, എസ് ഓർ നോ ആകുമ്പോൾ വേറെയാണ് അല്ലെ. ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. WH ക്വസ്റ്റ്യൻസ് വരുമ്പോഴുള്ള മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ?
ഫസ്റ്റ് വൺ WH ക്വസ്റ്റ്യൻ വരുമ്പോഴുള്ള മാറ്റം നമുക്ക് നോക്കാം. യൂസ് എ WH വേർഡ് ആസ് എ ലിങ്കർ ആൻഡ് ചേഞ്ച് ദ ക്വസ്റ്റ്യൻ ടു സ്റ്റേറ്റ്മെന്റ്. എന്താണ് സംഭവിക്കുന്നത്? ലിങ്കിങ് വേർഡ് ആയിട്ട് അതിന്റെ സെന്ററിൽ ലിങ്കിങ് വേർഡ് ആയിട്ട് WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ സുഖമാണ്. ക്വസ്റ്റ്യനിലുള്ള WH ക്വസ്റ്റ്യൻ തന്നെ സ്റ്റേറ്റ്മെന്റ് ആക്കുമ്പോഴും അതിന്റെ ലിങ്കിങ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യും അല്ലേ. എന്നിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യന് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് മാറ്റും. ക്ലിയർ? ദെൻ സെക്കൻഡ് വൺ yes or no ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ if or whether as a linker change the question to statement അല്ലെ. എന്തായിട്ട് മാറും? ക്വസ്റ്റ്യന് സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റുമ്പോൾ WH ക്വസ്റ്റ്യൻ യൂസ് ചെയ്യില്ല. yes or no ക്വസ്റ്റ്യൻ ആണെങ്കിൽ if or whether ആണ് ലിങ്കിങ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തത് ഇനി കമന്റ്സ് ആണെന്നിരിക്കട്ടെ. കമന്റ്സ് ആണെങ്കിൽ യൂസ് വെർബ് ലൈക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കണം മക്കളെ? ടോൾഡ്, ആസ്ക്ഡ് എന്നൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. ശേഷം വെർബിന് എന്താക്കിയിട്ട് മാറ്റും? ടു ഇൻഫിനിറ്റീവ് ആയിട്ട് മാറ്റും. ഐ മീൻ 2+ വെർബായിട്ട് മാറ്റും. വെർബിന്റെ ഇൻഫിനിറ്റീവ് ഫോമിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കണം കമന്റും റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ. ക്ലിയർ? ദെൻ അടുത്തത് റിക്വസ്റ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ റിക്വസ്റ്റഡ്, ആസ്ക്ഡ് എന്നൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്തും കൂടെ കൊടുക്കും? വെർബിന്റെ ഇൻഫിനിറ്റീവ് ആക്കി മാറ്റും. ക്ലിയർ ആണേ? ഒന്നും കൂടെ നോക്കിക്കോ. ഇതാണ് ഇതിനു മുമ്പുള്ള എല്ലാത്തിനെക്കാട്ടിലും നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതാണ്. എന്തൊക്കെയാണ് മക്കളെ ഒന്ന് പറഞ്ഞേ. WH ക്വസ്റ്റ്യൻസ് ആണ് റിപ്പോർട്ടിംഗ് വേർഡിലോട്ട് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ, WH ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ടിംഗ് വേർഡിലോട്ട് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ ലിങ്കിങ് വേർഡ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാം? ആ ക്വസ്റ്റ്യനിൽ, ആ സ്റ്റേറ്റ്മെന്റിൽ കാണുന്ന, ആ ക്വസ്റ്റ്യനിൽ കാണുന്ന സെയിം WH ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നെ ഇവിടെ ലിങ്കിങ് ആയിട്ട് യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? പിന്നെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ പാട്ട് ഫുൾ സ്റ്റോപ്പ് ഇടും. അത് പിന്നെ എല്ലാത്തിലും വരുന്നതാണ് കേട്ടോ. അപ്പോ WH ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ലിങ്കിങ് വേർഡ് ആയിട്ട് ആ സെയിം WH ക്വസ്റ്റ്യൻ യൂസ് ചെയ്യും. ഇനി അടുത്തത് yes or no ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മാറ്റാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്കിങ് വേർഡ്സ് ആയിട്ട് ifo, whether യൂസ് ചെയ്യും. ക്ലിയർ? അടുത്തത് കമന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? ടോൾഡ്, ആസ്ക്ഡ്, കമന്റഡ് അങ്ങനെ പല രീതിയിലുള്ള വേർഡ്സ് കൊടുക്കും. കൂട്ടത്തില് വെർബിന് ഇൻഫിനിറ്റീവ് ആയിട്ട് മാറ്റും. ഇൻഫിനിറ്റി 2+ വെർബ്. അപ്പോ വെർബിന്റെ ഇൻഫിനിറ്റീവ് രൂപത്തിലോട്ട് മാറ്റും. അടുത്തത് റിക്വസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ റിക്വസ്റ്റഡ്, കമന്റഡ്, ആസ്ക്ഡ്, റിക്വസ്റ്റഡ്, ആസ്ക്ഡ് ആൻഡ് പ്ലീസ്ഡ് എന്നൊക്കെ കൊടുക്കും. ഓക്കെ. എന്നിട്ടോ അതും എന്താക്കിയിട്ട് മാറ്റും? വെർബിന്റെ ഇൻഫിനിറ്റീവ് രൂപത്തിലോട്ട് മാറ്റും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. ക്ലിയർ? ഓക്കെ. ഇനി നോക്കാം. ഈ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് ആ നിയമങ്ങൾ പഠിച്ച സ്ഥിതിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Report the following sentence and analyze the changes you make while reporting them. What are you doing in American? He asked the man. അല്ലെ, what are you doing? What കണ്ടു? WH ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നിയമം എന്തായിരുന്നു? WH വേർഡ് തന്നെ ലിങ്കിങ് ആയിട്ട് കൊടുക്കും. ക്വസ്റ്റ്യൻ വേർഡ് എടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തിട്ട് കളയും, ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കും. വാട്ട്. ക്ലിയർ ആണ് അല്ലെ? ടെൻസ് ഒന്ന് മാറ്റി കൊടുക്കും. ക്ലിയർ ആണല്ലോ? നോക്കാം. ഇനി റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ he asked the man എന്ന് കൊടുക്കും ആദ്യം. ഈ ക്വസ്റ്റ്യന് ശേഷമുള്ള സെന്റൻസ് അതേപോലെ കൊടുക്കുക. he asked the man. ഇനി ലിങ്കിങ് വേർഡ് എന്താ കൊടുക്കേണ്ടത്? ഒരു സംശയം വേണ്ട, വാട്ട് തന്നെ അല്ലെ. എന്താണ്? വാട്ട് കൊടുക്കും. പക്ഷെ നമ്മൾ മാറ്റണം. എന്തായി? അത് പ്രസന്റ് ആണ്. നേരെ പാസ്റ്റിലോട്ട് വരുമ്പോ എന്താണ്? വാസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നല്ലോ ഈ സാം 6, അതെന്തായിട്ട് മാറും? വാസും വേറുമായിട്ട് മാറും. ക്ലിയർ? and he was doing in America. ബാക്കി അതേപോലെ തന്നെ. ക്ലിയർ ആയല്ലോ? ഇനി അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞത് ഇവിടെ സെന്റൻസ് ആയി കൊടുത്തു എന്നേ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണ് പറഞ്ഞത്? WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് തന്നെയാണ് അതിൽ നമ്മുടെ ഇവിടെ ലിങ്കിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. പ്രോണോണ് ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റിയിട്ടുണ്ട്. ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യും. പ്രസന്റ് കണ്ടിന്യൂസ് എന്തായി? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. ഇത്രയും തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? Okay. Then question second one, have you met your friends? He asked her. Have you met? Have you met? ഒരു സംശയം വേണ്ട. നേരെ WH ക്വസ്റ്റ്യൻ നിന്ന് yes or no ക്വസ്റ്റ്യനിലോട്ട് ചാടി. yes or no ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്ത് വരണം മക്കളെ? ifo, whether വരണം. ഓർമ്മയുണ്ടല്ലോ? നമുക്ക് നോക്കാം. അതേപോലെ തന്നെ കൊടുക്കാം. എന്താണ്? he asked her. തുടക്കം എങ്ങനെയാണ് വരിക? ഇതിന് ശേഷമുള്ളത് കൊടുക്കും. he asked her അല്ലെ. അവിടെ നിന്ന് അങ്ങോട്ടാണ് മാറ്റം. ഇനി ഹാവ് കൊടുക്കാൻ പറ്റും? ഇല്ല മക്കളെ, അവിടെ if കൊടുക്കണം. if she had met, ഹാവ് എന്തായിട്ട് മാറി? ഹാവ് എന്തായിട്ട് മാറും?
പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും അല്ലെ. ടെൻസിന് മാറ്റം വരും. ആ നിയമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഹാസും ഹാവും എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. സിമ്പിൾ ആണ്. നോക്കാം. അപ്പൊ എന്തായിട്ട് മാറും? യു എന്തായി? ഷീ ആയിട്ടോ. ആ പ്രൊണൗൺസിന് മാറ്റം വന്നു. ഷീ ഹാഡ് മെറ്റ് ഹെർ ഫ്രണ്ട്സ്. യുവർ ഫ്രണ്ട്സ് എന്നുള്ളത് ഹെർ ആവും. യു എന്തായിട്ട് മാറും? ഹെർ ആയിട്ടും ഷീ ആയിട്ടും മാറും. ഓക്കെ, clear. Here is a yes or no question is reported. Pronouns are changed. Pronouns മാറ്റം വന്നു. അതുപോലെ if is used linking word. if ആണ് linking word ആയിട്ട് യൂസ് ചെയ്തത്. and the question mark is changed into full stop. question mark എന്തായിട്ട് മാറി? full stop ആയിട്ട് മാറി. present perfect tense എന്തായിട്ട് മാറും? past perfect tense ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നിന്റെ റൂള് പഠിക്കുന്നതിലും ബെറ്റർ ഇതിന് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള റൂളുകളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ് പോയിട്ട് കണ്ടിട്ട് ആ സിമ്പിൾ ആയിട്ടുള്ള റൂൾ എഴുതിയെടുക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഓരോ എക്സാമ്പിളിനും ഓരോ റൂള് പുതിയതായിട്ട് മാറുകയാണല്ലോ എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കും. ഇത് ടെൻസിന് മാറ്റം വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ടെൻസുകൾ മാറ്റം വരുന്ന റൂളുണ്ട്. ഓക്കെ, കറക്റ്റ് പ്രോണൗൺസിന് മാറ്റം വരുന്നത്, നൗൺ പ്രോണൗൺസിന് മാറ്റം വരുന്നത്, ഇങ്ങനെയുള്ളത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ റൂളുകൾ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് പോയി കണ്ടിട്ട് അതിന്റെ റൂൾസ് ഒന്ന് പഠിച്ചെടുക്കുക. Then third one, can you help me? She asked the boy. അല്ലെ, can you help me? അല്ലെ, can you നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ എന്നാണ്. yes or no question ആണ് കേട്ടോ. നോക്കാം. she asked the boy. അവൾ അത് അതേപോലെ തന്നെ നമ്മൾ ആദ്യം ആഡ് ചെയ്തു. she asked the boy എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം മക്കളെ? yes or no question ആണ്. if or whether or. if he could help her. if you help me എന്നുള്ളത് എന്തായിട്ട് മാറി? he ആയിട്ട് മാറി. you എന്തായി? യു എന്ന് പറയുന്നത് ഇവിടെ ഹി ആയിട്ട് മാറി. ക്യാൻ എന്തായിട്ട് മാറും? പാസ്റ്റ് ആകുമ്പോൾ കുഡ് ആയിട്ട് മാറും. ഹെൽപ്പ് മീ എന്നുള്ളത് എപ്പോഴും മീ എന്നുള്ളത് എന്തായും? ഹെറോ ഹിമ്മോ ഒക്കെ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ മീ എന്നുള്ളത് ഹെർ ആയിട്ട് മാറി. മാറ്റങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. yes or no question ആണ്. പ്രോണോൺ ചേഞ്ച് ആയി അല്ലെ, പ്രോണോൺ മാറ്റം വന്നു. if is the linking word. if ആണ് ലിങ്കിങ് വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. then verb can help എന്നുള്ളത് എന്തായിട്ട് മാറി? can എന്താണെന്ന് മക്കളെ? can എന്താണ്? പ്രസന്റ് ആണ്. അപ്പൊ അത് നേരെ എന്തായിട്ട് മാറും? പാസ്റ്റ് ആയിട്ട് മാറും. can എന്തായിട്ട് മാറും? പാസ്റ്റ് ആയിട്ട് മാറുമ്പോ could ആയിട്ട് മാറും അല്ലെ. അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാത്തിലും കാണുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ലാസ്റ്റ് എന്ത് കൊടുക്കും? ഒരു ഫുൾ സ്റ്റോപ്പും കൊടുക്കും. ക്ലിയർ. then നമ്മൾ ഫോർത്ത് വൺ നോക്കാം. വാച്ച് ഹിം കെയർഫുള്ളി ഷീ സെഡ് ടു ഹെർ മദർ. അല്ലെ, ഇതെന്താണ് മക്കളെ? ഇതൊരു ഡിമാൻഡ് ആണ് അല്ലെ, ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ WH ക്വസ്റ്റ്യൻസും അല്ല, ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് അല്ല, എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. ഇതെന്താണ്? കമന്റും റിക്വസ്റ്റും ഒക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലെ. കമന്റും റിക്വസ്റ്റും പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന മാറ്റങ്ങൾ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഓക്കെ, അതിൽ വരുന്ന വേർഡിലാണ് മാറ്റം. അതുപോലെ ഇൻഫിനിറ്റീവ് ആക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നോക്കാം. വാച്ച് ഹിം കെയർഫുള്ളി ഷീ സെഡ് ടു ഹെർ മദർ. അല്ലെ, ഷീ സെഡ് എന്ന് പറയുന്നതിന് പറഞ്ഞ് നമ്മൾ എന്ത് കൊടുക്കണം? ഡിമാൻഡഡ് എന്ന് കൊടുക്കണം. എന്താണ്? ഡിമാൻഡഡ് ഹെർ മദർ എന്ന് കൊടുക്കണം. അതുപോലെ ഇവിടെ നോക്കി, ഇവിടുത്തെ വെർബ് ഏതാണ്? വെർബ് ആരാണ്? വാച്ച് ആണ് അല്ലെ. അതിന് ഇൻഫിനിറ്റീവ് ആക്കാൻ എന്താ പണി? ഒരു പണിയില്ല. ആ വാച്ചിന്റെ നേരെ ഫ്രണ്ടിൽ ടു ഇട്ട് കൊടുക്കുക. അപ്പോ ഷീ ഡിമാൻഡഡ് ഹെർ മദർ ടു വാച്ച് ഹിം കെയർഫുള്ളി. ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ. പൊതുവെ ഈ റിപ്പോർട്ടർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കമന്റ്സ് റിക്വസ്റ്റ് ഒക്കെ മാറ്റാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പൊ എന്താണ്? ഷീ സെഡിന് പകരം ഷീ ഡിമാൻഡഡ് മദർ എന്നാക്കി വാച്ചിന്റെ മുമ്പിലോട്ട് ടു ഇട്ട് കൊടുത്തു. ടു ഹിം കെയർഫുള്ളി. ക്ലിയർ. നോക്കാം, അതിൽ മാറ്റം പറയുന്നത് നോക്കാം. ഇമ്പരറ്റീവ് ആയപ്പോ വാച്ച് ഈസ് ചേഞ്ച്ഡ് ഇൻടു ടു ഇൻഫിനിറ്റീവ് ആയി എന്ന് മാത്രമാണ് കേട്ടോ. The next one, fifth one, why did you come late? The teacher asked her. അല്ലെ, ഇത് വളരെ സിമ്പിൾ ആണ്. എന്താണ്? WH ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോ നോക്കുമ്പോ എങ്ങനെ പറയാം? The teacher asked her എന്ന് നമ്മൾ ആദ്യം കൊടുത്തു. അത് കറക്റ്റ് ആയിട്ട് WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതേ വേർഡ് ഇങ്ങോട്ട് എടുത്തു കൊടുക്കാം. why എന്ന് കൊടുക്കാം. ഇനി വരേണ്ടത് നമ്മൾ പ്രൊണൗൺസിലുള്ള മാറ്റങ്ങൾ. യു എന്തായിട്ട് മാറും? യു എന്തായിട്ട്? ഹെർ ആണല്ലോ. അപ്പൊ അവിടെ ആരായിരിക്കും സബ്ജക്റ്റ്? ഷീ ആണ്. അപ്പൊ യു എന്തായിട്ട് മാറ്റി? ഷീ ആക്കി. അതുപോലെ അവിടെ എന്താക്കി കൊടുക്കണം? പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം. എങ്ങനെയാണ് അത് പെർഫെക്റ്റ് ആവുന്നത്? സിമ്പിൾ പാസ്റ്റ് ആണ് സെന്റൻസിൽ എന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. അതും നമ്മൾ പറഞ്ഞ റൂളിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ് എന്ന് വരികയാണെങ്കിൽ പാസ്റ്റിന് പിന്നീട് ഒരു പാസ്റ്റോട്ട് മാറ്റാം. പ്രസന്റ് ഒക്കെ പാസ്റ്റോട്ട് മാറ്റുന്നുണ്ട്. പക്ഷെ പാസ്റ്റ് എന്ന സെന്റൻസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് നേരെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. ക്ലിയർ ആയല്ലോ? അത് അവിടെ എന്തായിരുന്നു? ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റുമ്പോൾ ഹാഡ് കം ലേറ്റ് ആവും. ക്ലിയർ. നമുക്ക് നോക്കാം മാറ്റങ്ങൾ.
ക്വസ്റ്റ്യൻസ് ആയപ്പോൾ ചേഞ്ചസ് എന്താണ്, പാസ്റ്റ് ടെൻസ് ചേഞ്ച് ഇൻടു പാസ്റ്റ് പെർഫെക്റ്റ് ആയി, ക്വസ്റ്റ്യൻ റിമൂവ് ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തു. ക്ലിയർ? Then 6-1 please don't touch it he said to her. അല്ലെ, അതൊരു ഓർഡർ തന്നെയല്ലേ മക്കളെ. കമന്റ് ആൻഡ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് വരുന്നത്. ഇവിടെ എന്താണ്, റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ he requested അല്ലെ, എന്താണ്, he said to എന്നുള്ളത് മാറ്റിയിട്ട് he requested her എന്നാക്കി മാറ്റി കേട്ടോ. സെഡ് ടു എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യും, എന്നിട്ട് അതിന് പകരം റിക്വസ്റ്റഡ് എന്ന് കൊടുക്കും. ഇനി ചെയ്യാനുള്ളത് എന്താണ്, ടു ഇൻഫിനിറ്റീവ് ആക്കണം. ടച്ച് ആണ് അവിടെ ഉള്ളത്. ടച്ചിന് നമ്മൾ ഇൻഫിനിറ്റീവ് ആക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം നോക്കിയേ, അവിടെ ഒരു നെഗറ്റീവ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ടുവിന്റെ കൂടെ ഒരു സിമ്പിൾ ആണ്, ഒരു നോട്ട് ടു ആക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പോസിറ്റീവ് ആയിരുന്നപ്പോ ടു ആയിരുന്നു, അപ്പൊ നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് ടു ആക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നോട്ട് ടു ടച്ച് ദാറ്റ് എന്നാക്കി. ഓക്കെ, ഇറ്റ് അവിടെ എന്തായിട്ട് മാറി, ദാറ്റ് ആയിട്ട് മാറും കേട്ടോ. ഇറ്റ് ദാറ്റ് ആയിട്ട് മാറും. അതൊക്കെ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള നിയമങ്ങളാണ്, പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ ഇൻഫിനിറ്റീവ് നെഗറ്റീവ് ഫോം ആയതുകൊണ്ട് തന്നെ നോട്ട് ടു ആക്കിയിട്ട് മാറ്റി എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? Then 7th question, what did your grandfather say? Asked the principal. വളരെ സിമ്പിൾ ആണ് അല്ലെ, WH ക്വസ്റ്റ്യൻ വന്നാൽ പിന്നെ വളരെ സിമ്പിൾ ആണ്. എന്താണ്, the principal asked her what her grandfather had said. അല്ലെ, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്താക്കി മാറ്റി, ഹാഡ് ആയിട്ട് വരും, പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയിട്ട് മാറ്റി. ക്ലിയർ? നോക്കാം, പ്രൊണൗൺസ് ചേഞ്ച്, പാസ്റ്റ് ടെൻസ് ചേഞ്ച് ടു പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയിട്ട് മാറ്റി, ക്വസ്റ്റ്യൻ മാർക്ക് റിമൂവ് ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തു. Clear? Then 8th question, I'm not going to sit here said Anne Jane. അല്ലെ, ഇവിടെ എന്താണ്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയത് മാറ്റണം. I'm not going to sit here said Jane. അത് പറയാണ് കേട്ടോ. അപ്പൊ Anne Jane said that she was not going to sit here. എന്താണ്, she was not going to. അത് എന്താണ് മക്കളെ, am ആണ് അല്ലെ, ഇത് പ്രസന്റ് ആണ് അല്ലെ, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ആമിന് നമ്മൾ എന്താക്കി മാറ്റി, ഷീ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ആമ് പറ്റുമോ, ഇല്ല, ഐന്റെ കൂടെ അല്ലേ ആമ ഇടുള്ളൂ. അപ്പൊ എന്താണ്, ഷീ എന്താണ്, ഈസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താണ്, വാസ് ആണ് വരിക കേട്ടോ. അപ്പൊ ഷീ വാസ് നോട്ട് ഗോയിങ് ടു സിറ്റ് ഹിയർ എന്തായിട്ട് മാറും, ഹിയർ അപ്പോൾ എന്തായിട്ട് മക്കളെ മാറുക, ദെയർ ആയിട്ട് മാറും കേട്ടോ. നിങ്ങൾ ആ നിയമങ്ങൾ, കുറച്ച് നിയമങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ അത് ആ റൂൾസ് ഒന്ന് എഴുതിയെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെന്റൻസ് മാറുമ്പോഴും ഓരോ മാറ്റങ്ങൾ വരുന്നത് പോലെ തോന്നും. ഓക്കെ, ദെൻ ദ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ഈസ് റിപ്പോർട്ടഡ് ദ ലിങ്കിങ് വേർഡ്സ് ദാറ്റ് ആക്കി മാറ്റി, പ്രൊനൗൺസ് ചേഞ്ച് ആയി, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരുന്നു, അത് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ടാക്കി, ഹിയർ എന്തായി മാറി, ദെയർ ആയിട്ട് മാറി. ഇത്രയും മാറ്റങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? ദെൻ 9th question, 9th example, let's play hospital bill with this money said Jill. എന്താണ് നോക്കാം മക്കളെ, ഇവിടെ സജസ്റ്റ് ചെയ്യാണ്. അപ്പോ Jill suggested that they should pay the hospital bill with that money. എന്താണ് പറഞ്ഞത് നോക്കാം. ഇവിടെ ഇമ്പരേറ്റീവ് സെന്റൻസ് ഫോം ഓഫ് സജഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ആണ് ഇവിടെ ലിങ്ക് വേർഡ് കൊടുത്തിട്ടുള്ളത്. ഏതാണ് ലിങ്ക് വേർഡ് കൊടുത്തിട്ടുള്ളത്? ദാറ്റ് ആണ്. ദ വെർബ് ഫോം ചേഞ്ച് ടു ഷുഡ്. ടു ഷുഡ് വെർബ് ഫോം ആയിട്ട് മാറി ട്ടോ. ടു ഷുഡ് പ്ലസ് വെർബായി. ദിസ് ഈസ് ചേഞ്ച്ഡ് ടു ദാറ്റ് ആവും. ദിസ് എന്തായിട്ട് മാറും? ദാറ്റ് ആയിട്ടും മാറ്റിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? Then 10th example, do you know the way to the railway station? We asked a stranger. അല്ലെ, ഒരു എസ്ഒന്നോ ക്വസ്റ്റ്യൻ ആയിട്ടല്ലോ സ്ട്രേഞ്ചറോട് ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? We asked the stranger. എന്താണ്? We asked the stranger whether, അല്ലെ, ഒരു പ്ലേസ് ആണ് ചോദിച്ചിട്ടുള്ളത്, സ്ഥലമാണ്. അതുകൊണ്ടാണ് if കൊടുക്കാതെ whether കൊടുത്തത് കേട്ടോ. Whether he knew way to the railway station. റെയിൽവേ സ്റ്റേഷനിലോട്ട് വഴി അറിയുമോ എന്ന് ചോദിച്ചു കേട്ടോ. ഇവിടെ നോ എന്തായി മാറി? ന്യൂ ആയിട്ട് മാറി. whether to the railway station. ക്ലിയർ ആണല്ലോ? നോക്കാം. റിപ്പോർട്ട് ചെയ്തപ്പോൾ ലിങ്കിങ് വേർഡ് ഇസ് വെദർ യൂസ് ചെയ്തു. പ്രസന്റ് ടെൻസ് എന്തായി മാറി? പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റി. പ്രൊണോൺ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അവിടെ യു എന്തായിട്ടുണ്ട്? ഇവിടെ ഹി ആക്കി മാറ്റിയിട്ടില്ലേ? ഓക്കെ, then ക്വസ്റ്റ്യൻ മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫുൾ സ്റ്റോപ്പ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ക്ലിയർ? ഒരുപാട് റിപ്പോർട്ടർ സ്പീച്ചിന് നമുക്ക് ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ ഈ ഒരു 10 എക്സാമ്പിൾ പഠിക്കുന്നതിലും ഏറ്റവും ബെറ്റർ നമ്മൾ അതിന്റെ റൂൾസ് നോക്കിയിട്ട് ആ റൂൾസിനനുസരിച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ് പഠിക്കുക. അതിനുശേഷം ഒരുപാട് എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്ന ഒരുപാട് എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു നമ്മൾ പഠിച്ച റൂൾസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. റൂൾസ് നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. എക്സാമിന്റെ ടൈമിൽ നമുക്ക് ആ റൂൾസ് ഒക്കെ പാടെ ഓർമ്മയിലോട്ട് വരില്ല. പക്ഷെ നമ്മൾ എക്സാമ്പിൾസ് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദിസ് ദാറ്റ് ആയിട്ടും ഹിയർ ദെയർ ആയിട്ടും ഒക്കെ നമ്മളൊരു ഓട്ടോമാറ്റിക്കലി മാറും. അത് നമ്മൾ എന്ത് ചെയ്യണം?
ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഉള്ളൂ ഈ ഹിയർ ദെയർ ആയിട്ട് മാറുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലോട്ട് വരിക. ക്ലിയർ? ദെൻ നോക്കാം, ലെറ്റ്സ് എഡിറ്റ് അല്ലെ. ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. ഇനി നമുക്ക് കുറച്ച് വർക്ക് എഡിറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് അല്ലെ. നോക്കാം. Read the following summary of the story. Taken students standard like there are some errors in the chapter given the bold letters. Edit ചെയ്യാം, passage edit ചെയ്യാം. The scholarship jacket is a story by Martha Salinas and by about a Mexican girl named Martha. അല്ലെ, മാർത്തയെ കുറിച്ചുള്ള ഒരു മെക്സിക്കൻ ഗേളിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. Every year in the Texas school, the scholarship jacket were presented to the class bag. ഇവിടെ വേറെ ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ആൻസർ എന്താ വരിക മക്കളെ? സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലേ? വേറെ വരുമോ? ഒരുപാടുണ്ടോ? ഇല്ല, ഒന്നുള്ളൂ. അപ്പൊ പാസ്റ്റിൽ ഒരു കാര്യങ്ങൾ വരുമ്പോ എന്താ വരിക മക്കളെ? വാസാണ് വരിക അല്ലെ. ആൻഡ് ദെൻ ദിസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് ദ ഓൺലി ഒബ്ജക്ട് ഇൻ മാർത്താസ് മൈൻഡ് അല്ലെ. മാർത്തയുടെ മൈൻഡിൽ മാർത്താസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അപ്പോസ്ട്രോഫി എസ് ഇടണം അല്ലെ. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ നിങ്ങളുടെ ഗ്രാമർ ബ്രെയിൻ മാത്രം ഒന്നല്ല എഡിറ്റിംഗിൽ വരേണ്ടത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആക്കേണ്ടത് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ 2-3 ലെറ്റർ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ നല്ല ഷാർപ്പ്നെസ്സും കൂടെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ മൈൻഡ് അല്ലെ, അതും കൂടെ നമ്മൾ നല്ല കെയർലെസ് ആണോ എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കാം. ഷീ വാസ് എ സ്കിന്നി ഗേൾ ഹൂ അല്ലെ. ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വിച്ചാണ് കൊടുക്കുക. നമ്മളിപ്പോ പഠിച്ചതല്ലേ, റിലേറ്റീവ് പ്രോണോൺസ് അറിയണം. റിലേറ്റീവ് പ്രോണോൺ അറിയുന്ന വ്യക്തിക്ക് ഇത് തെറ്റില്ല. കാരണം ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ വിച്ച് പറയുവോ? ഇല്ല, ഹൂ ആണ് പറയുക കേട്ടോ. ആൻഡ് വാസ് നോട്ട് വെരി പ്രെറ്റി. എന്തല്ല ഒരു എന്തല്ല, അവള് അത്രമാത്രം പറ്റിയല്ല. ഹവർ ഷി വാസ് സ്മാർട്ട് ഇനഫ്. എന്താണ് മക്കളെ? ഇനഫ് ഞാൻ പഠിപ്പിച്ചു. ഇനഫ് പഠിപ്പിച്ചപ്പോ എന്ന് പറഞ്ഞേ, അഡ്വർബും അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഇനഫ് എവിടെ വരും? യെസ്, അതിനുശേഷം വരും. നൗൺ ആണെങ്കിലോ അതിന് മുമ്പിൽ വരും. ഇവിടെ നോക്കിയേ, ഇവിടെ ഇനഫ് സ്മാർട്ട് എന്നായിരുന്നു കൊടുത്തിരുന്നത്. സ്മാർട്ടിന് മുമ്പിൽ വരാൻ പാടുണ്ടോ? സ്മാർട്ട് നൗൺ ആണോ? അല്ല, അപ്പൊ തെറ്റി. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കും? സ്മാർട്ട് ഇനഫ് കൊടുക്കും അല്ലെ. നിങ്ങൾക്ക് ഈസി ആയിട്ട് അതൊക്കെ കിട്ടും അല്ലെ. ഇനഫ് പഠിച്ച വ്യക്തിക്ക് ഈസി ആയിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ആൻഡ് ഹാഡ് റിമൈൻഡ് A+ average in her 8 years of school. Okay, and one day she overheard 2 teachers arguing on why jacket should be given, God should be give to Johannes എന്ന് പറയില്ല കേട്ടോ, given ആണ് പറയാ കേട്ടോ, given. Okay. The next day, the principal told her that the scholarship jacket was going to cost $15 and if she couldn't pay for it അല്ലെ. ഈ കുഡിൻ എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഇത്രയും വലിയ മിസ്റ്റേക്ക് ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ കുഡിൻ എന്ന് എഴുതുമ്പോ. ആൻഡ് ഇറ്റ് വുഡ് ബി ഗിവൻ ടു ദ റണ്ണർ അപ്പ്. മാർത്ത ലെഫ്റ്റ് എ സ്കൂൾ എന്ന് പറയും. ലെഫ്റ്റ് എ സ്കൂൾ നമ്മൾ ഒരിക്കൽ പോലും പറഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല അല്ലെ, എ സ്കൂളിന്. അപ്പൊ ദ സ്കൂൾ ഇൻ tears and was even more heartbroken where her grandfather said she couldn't have the money. The next day she told the principal rejectedly that she couldn't have the scholarship jacket and explained what എന്നാണോ ഇല്ല, explained why, എന്തുകൊണ്ട് എന്നാണ് അല്ലെ. എന്തുകൊണ്ടാണ് അവൾക്ക് അല്ല, എന്താണ് എന്ന് പറയും അല്ലെ, എന്തുകൊണ്ടാണ് അവൾക്കത് റിജക്റ്റ് ആയി എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോ then as she was about to exit the office she mentioned Johanna's name. The principal feeling guilty told Martha എന്താണ് why എന്നാണ്, why she would എന്തുകൊണ്ടെന്നല്ല, that she would have the scholarship jacket എന്നുള്ളത്. Okay, then finally Martha realized that she had earned her jacket and hadn't purchased അല്ലേ. ഇവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളൂ, അത് ക്ലിയർ ചെയ്യാട്ടോ. hadn't purchased. Okay, clear? ചെറുതായിട്ട് ഗ്രാമറൊക്കെ അറിയണം. ഇതിൽ കൂടുതലും പാസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ ഒരു ഇതില് കൂടുതലും പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രാമർ പാർട്ടാട്ടോ നിങ്ങൾക്ക് അറിയേണ്ടത്. ഇത് പ്രസന്റ് അല്ല, അധികം പാസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ അധികം നിങ്ങൾക്ക് പാസ്റ്റ് ഫോമിനെ കുറിച്ച് അറിയണം. അതുപോലെ നമ്മൾ പഠിച്ച റിലേറ്റീവ് പ്രോണൗൺസ് അതിൽ വന്നു, നമ്മൾ ഓൾറെഡി പഠിച്ച ഇനഫ് അതിൽ വന്നു അല്ലെ, അതിനെ കുറിച്ച് അറിയണം. റിലേറ്റീവ് പ്രോണൗൺസ് ഒരുപാട് വന്നിട്ടുണ്ട്, ഇനഫ് വന്നിട്ടുണ്ട്, അതുപോലെ ഹാഡിന്റെ ഹാവിന്റെ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് പഠിച്ച സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അതുപോലെ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇതൊക്കെയാണ് ഈ എഡിറ്റിംഗ് പാർട്ടിൽ വരുന്നത്. നല്ല അവയർനെസ് ഉണ്ടാവണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് മാർക്ക് എന്ത് ചെയ്യാം, എഡിറ്റിംഗ് പോർഷനിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ എന്ത് ചെയ്തു, നമ്മുടെ വലിയൊരു ഭാഗം അല്ലെ, നെവർ നെസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞില്ല മക്കളെ. നന്നായിട്ട് പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.